നമസ്തേ എവരി വൺ. ഓക്സ്ഫോർഡ് ഇക്കണോമിക്സിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ളൊരു സ്റ്റഡിക്കകത്ത് പ്രധാനമായിട്ടും കണ്ടത് ഏതാണ്ട് 90% സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് 5 വർഷത്തിനകത്ത് ഫെയിലാകുകയാണ് കണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു പഠനം വീണ്ടും നമ്മൾ നടത്തിയപ്പോൾ കണ്ടത് എന്തുകൊണ്ടാണ് ഇവർ ഇത്രയും ഫെയിലായത്. ഇത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ് ഇത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മാറ്റം വരുത്താനായിട്ട് പറ്റും. പ്രധാനമായിട്ടും അങ്ങനെ ഒരു പ്രോഡക്റ്റിന് നീഡില്ലാത്ത പ്രോഡക്റ്റ് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. 42% അങ്ങനെ സംഭവിച്ചത് നീഡില്ലാത്ത പ്രോഡക്റ്റ് അവരുണ്ടാക്കി എന്നുള്ളത് കൊണ്ടാണ്. രണ്ടാമത്തെ കാരണം ദ റാൻ ഔട്ട് ഓഫ് ക്യാഷ്, കയ്യിൽ പൈസ ഇല്ലാതായിപ്പോയി, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. അപ്പോൾ അതവർ നേരത്തെ കണ്ടിരുന്നില്ല 29% ആൾക്കാർ. മറ്റൊന്ന് അവർക്ക് റൈറ്റ് ടീം ഇല്ലാത്തത് കൊണ്ട് 23% ബിസിനസ്സുകൾ തകർന്നു പോയത്. പിന്നെ മറ്റൊരു നാലാമതായിട്ട് നോക്കുമ്പോഴത്തേക്കും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം മറ്റുള്ള കമ്പനികൾ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല, അവർ ഔട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായിരുന്നു പറ്റിയത്. പിന്നെ അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് പറയുമ്പോഴത്തേക്ക് അവരുടെ പ്രൈസിങ്, അതിലേക്ക് കോസ്റ്റ് ഇഷ്യൂ, മറ്റുള്ളവരെ കഴിഞ്ഞ് 18% ആൾക്കാർക്ക്, മോളി പറഞ്ഞ 19%, അടുത്തതിനകത്ത് 18% ആൾക്കാർക്ക് എന്താണെന്ന് ചെയ്യുന്ന പ്രൈസിങ് ഒരു വലിയ ഇഷ്യൂ ആയി. ഇവരുടെ കോസ്റ്റ് എങ്ങനെയാണ് അവർ വന്നപ്പോഴത്തേക്ക് കൂടിപ്പോയി. ആറാമതായിട്ട് അത് 18%. ആറാമത്തെ പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുവർ പ്രോഡക്റ്റ് 17% ആൾക്കാർക്ക്. ഏഴാമതായിട്ടുള്ളതിൽ കാണുന്നത് ഇനി അങ്ങനെ ഒരു പർട്ടിക്കുലർ ബിസിനസ് മോഡലിന് സാധ്യതയില്ല എന്നുള്ളതാണ് 17% ബിസിനസ്സുകൾക്ക്. പിന്നെ അടുത്തത് കാണുന്നത് പുവർ മാർക്കറ്റിംഗ്, 14% മാർക്കറ്റിംഗ് പഠിക്കാതെയാണ്. അതുപോലെ തന്നെ 9ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്, ഇപ്പോൾ നമ്മൾ കാണുന്നത് 14% മാർക്കറ്റിംഗ് പഠിക്കാത്തതുകൊണ്ടാണ്. മറ്റൊരു 14% അവർ കസ്റ്റമേഴ്സിനെ ഇഗ്നോർ ചെയ്തു. കസ്റ്റമേഴ്സിനെ നോക്കാനൊന്നും അവർക്ക് ടൈം കിട്ടിയിട്ടില്ല, കസ്റ്റമേഴ്സിനെ ഇഗ്നോർ ചെയ്തു. അടുത്തൊരു ഭാഗം ഒരു പർട്ടിക്കുലർ നല്ല സമയത്തല്ല അവർ ഇറക്കിയ, മിസ് ടൈംഡ് ആയിരുന്നു. 13% ബിസിനസ്സുകളും തകർന്നു പോകാനുള്ള കാരണം അതാണ്. ഇനി മറ്റൊരു 13% ലോസ്റ്റ് ഫോക്കസിലല്ലായിരുന്നു. മറ്റൊരു 13% ആൾക്കാർ ടീമും അല്ലെ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഡിസ്ഹാർമണി ഉണ്ടായതാണ്. ഓക്കെ. അടുത്തൊരു 10% ആൾക്കാർ അവരുടെ ശ്രദ്ധാകേന്ദ്രം വിട്ടുപോയതാണ്. അതുപോലെ തന്നെ മറ്റൊരു 9% ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പാഷൻ ഇല്ലാതായി പോയതാണ്. മറ്റൊരു കാണിക്കുന്നത് മറ്റൊരു 9% ലൊക്കേഷൻ, അവർക്ക് ഒരു വിധത്തിലും ഡിസഡ്വാൻറ്റേജ് ഉള്ള ലൊക്കേഷൻ ആയിപ്പോയി. അതുപോലെ തന്നെ അവർക്ക് ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ പോയി, ഫിനാൻഷ്യൽ സപ്പോർട്ട് ഇല്ലാതെ പോയി. മറ്റൊരു 8% ലീഗൽ ചാലഞ്ചസ്, എല്ലാ കംപ്ലയൻസസ് വേണ്ട വിധത്തിൽ ചെയ്യാത്തതുകൊണ്ട് നിയമപ്രശ്നങ്ങളുണ്ടായി. പിന്നെ മറ്റൊരു 8% അവർക്ക് നെറ്റ്വർക്ക്സ് ഇല്ലായിരുന്നു, കണക്ഷൻസ് വളരെ കുറവായിരുന്നു. മറ്റൊരു 8% അവർ ബേൺഡ് ഔട്ടായി, അവർ ക്ഷീണിച്ച് അവശരായിപ്പോയി. പിന്നെ മറ്റൊരു 7% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് അവർ ശ്രമിച്ചില്ല, എല്ലാം നടന്നില്ല എന്നുള്ളതാണ്. ഇതൊക്കെയാണ് അവരെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുള്ളത്. അപ്പം ഇത് ഇപ്പോൾ പറയുന്നത് മുഴുവനും ഇത്രയും ബിസിനസ്സുകൾ അപ്പം ഒരു കണക്ക് നിങ്ങളെങ്ങനെ സഹായിക്കുമെന്ന് എനിക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഇത് കണക്ക് തന്നെയാണ്. പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുന്ന സപ്പോർട്ടോടുകൂടി ബാങ്ക് ലോണോടുകൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വർഷമാണ് അതിനെ ഫോളോ ചെയ്തത്. ഞാൻ അവർക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ക്ലാസ് എടുക്കുകയുണ്ടായി, മുഴുവൻ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് കിട്ടിയ ഒരു ഡേറ്റ വെച്ച് ഞാൻ പഠിച്ചപ്പം വലിയ ബിസിനസ്സൊന്നും അല്ലെങ്കിൽ യൂണിക്കോണൊന്നും ആയില്ലെങ്കിലും അവർ കൊടുക്കുന്ന ട്രെയിനിങ് എല്ലാം കൊടുത്ത്, ബാങ്ക് ഫണ്ടെല്ലാം കൊടുത്ത്, ബാങ്ക് സ്ക്രൂട്ടിനി ഉണ്ട്, ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് സ്ക്രൂട്ടിനിക്ക് വേണ്ടി ചെയ്തപ്പോഴത്തേക്ക് 80% ബിസിനസ്സുകൾ നടന്നു പോകുന്നുണ്ട്, മരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ പറഞ്ഞതിനകത്ത് എന്ന് പറഞ്ഞാൽ 90% ബിസിനസ്സുകൾ ഇല്ലാതായി. അപ്പോൾ കഴിഞ്ഞ ബഡ്ജറ്റിലൊരു ഇത് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ ഇങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, സ്റ്റാർട്ടപ്പായിട്ട് ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേക ഒരു ട്രെയിനിങ് എടുക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പം ഞാനൊക്കെ ഇതിനെക്കുറിച്ച് ഒരുപാട് ലോകത്ത് കിട്ടാവുന്ന മുഴുവൻ സാധനങ്ങളും പഠിച്ചിട്ട് ഈ ബിസിനസ് വിജയിപ്പിക്കുന്നതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോ ഇഷ്യൂവിനെ കേന്ദ്രമാക്കിയാണ്, അതിനൊക്കെ ഓരോ പരിഹാരങ്ങളായിട്ട് പാരഗ്രാഫുകൾ തിരിച്ചും ചാപ്റ്റർ തിരിച്ചും ഒക്കെയാണ് ഓരോ പ്രശ്നങ്ങൾക്ക്. ഇപ്പോൾ ഈ മോളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരങ്ങൾ ആ ബുക്കുകളിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബിസിനസ് വിജയിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഞാൻ അതുകൂടെ പറയണമല്ലോ. ബിസിനസ് നമ്മൾ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു മാർക്കറ്റ് റീസെർച്ച് ചെയ്യണം.
അപ്പോൾ അത് വേറെ ആരെങ്കിലും കൊടുത്തിട്ട് അവർ ചെന്ന് ചെയ്തു തരുന്ന കുറേ ഡേറ്റ അല്ല, നമ്മൾ തന്നെ ചെയ്യണം. ഇനി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ വേറെ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് പ്രധാനപ്പെട്ട പ്രസക്തമായ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പം ഇപ്പം നമ്മുടെ ലൈഫ് ലൈനിൽ ചിലപ്പോൾ ചില ആൾക്കാർ മാർക്കറ്റ് റിസർച്ച് ചെയ്യിപ്പിച്ചാലും എല്ലാം എടുക്കത്തില്ല, പക്ഷേ വളരെ വേണ്ടപ്പെട്ട നമ്മൾ എടുക്കുവാണെങ്കിൽ തന്നെ അത് അവരും കൂടെ കൂടി അതിനകത്തൊരു നമുക്ക് ജനറലി എടുക്കാവുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ എടുക്കും, പക്ഷേ ചില ക്വസ്റ്റ്യൻസ് അവർ തന്നെ കണ്ടെത്തി ആൻസർ കണ്ടാൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മുടെ അനലിസ്റ്റുകൾ ഇരുന്ന് അതിന് അവർ തയ്യാറാവുള്ളൂ. അടുത്തത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമ്മൾ രണ്ടാമതായിട്ട് എടുക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ കണ്ടക്ട് തറോ റിസർച്ച്. ഒരു ജെന്യുവിൻ നീഡ് ഫോർ എ പ്രോഡക്റ്റ് ഓർ എ സർവീസ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കിയിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവൂ. അപ്പോൾ നമ്മളുടെ ഐഡിയ വാലിഡേറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബിസിനസ്മാൻ ഒരുപാട് നന്മ ചെയ്യുന്നത് പറയാൻ കാര്യം, സമൂഹത്തിലൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലത്തെ ഇയാളൊരു പരിഹാരം കൊടുത്തിട്ട് അത് കൊമേഴ്ഷ്യൽ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ട് അതിന് കോസ്റ്റ് ഈടാക്കി അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുകയാണ് ബിസിനസ്. നമ്മുടെ സമൂഹത്തിലൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം എന്ത് പ്രശ്നമാണെങ്കിലും ആ പ്രശ്നങ്ങൾ വലിയ പെയിൻ ആണെങ്കിൽ അതിന് പറ്റിയ നമ്മൾ സൊല്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അതിന് കൂടെ വലിയ മാസീവ് പ്രൊഡക്ഷനിലാണെങ്കിൽ അതനുസരിച്ച് പൈസ കിട്ടും, അവിടെയാണ് നമുക്ക് ലാഭം കിട്ടുന്നത്. അപ്പം ഈ ലോകത്തെ ഏറ്റവും മെച്ചപ്പെടുത്താനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ജോലിയുള്ളവരല്ല, ബിസിനസ്സുകാരാണ്. കാരണം അവർ പുതിയ പുതിയ പ്രോഡക്റ്റ് കണ്ടെത്തിയിട്ട് നമ്മളുടെ പല പ്രശ്നങ്ങളും അവർ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ പ്രോഡക്റ്റ് പല പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ പര്യാപ്തമാണോ, അങ്ങനെ നിങ്ങൾക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുമോ? അടുത്തത് മറ്റൊരു കാര്യം നമ്മൾ മൂന്നാമതായിട്ട് ശ്രമിക്കേണ്ട കാര്യം സ്ട്രോങ് ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഓരോ പൈസയും നമുക്ക് അസറ്റാക്കി മാറ്റാനായിട്ട് പറ്റുമോ, അതിനകത്ത് ലോസ് വരരുത്, വേസ്റ്റ് വരരുത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അപ്പം നമ്മുടെ ട്രെയിനിങ്ങിനകത്ത് വളരെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്ക് നാലാമതായിട്ട് മെയിൻറ്റെയിൻ എ റോബസ്റ്റ് ഫൈനാൻഷ്യൽ കൺട്രോൾ ആൻഡ് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ് ആൻഡ് റെഗുലർലി റിവ്യൂ ദ ബഡ്ജറ്റ് ആൻഡ് ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാഷ് ഇല്ലാതാകരുത്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ബില്യണയർ മൈൻഡ് സെറ്റിൽ പഠിപ്പിക്കുമ്പം കൃത്യമായി പഠിപ്പിക്കാറുണ്ട്. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ലെവലിൽ പോലും റിസ്ക് വരാതിരിക്കാൻ വേണ്ടി എങ്ങനെയാണ് റിസ്കിനെ മാനേജ് ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാന പഠിപ്പിക്കുക. ഐഡിയ വാലിഡേറ്റ് ചെയ്തിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് അനുവദിക്കുകയുള്ളൂ. ആൾക്കാർ വന്നില്ലെങ്കിലും നമുക്ക് യാതൊരു പ്രശ്നമില്ല, വരുവാണെങ്കിൽ വർക്കബിൾ ഐഡിയ കൊണ്ട് വരണം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ തിരിച്ചയക്കും. ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കി നേരത്തെ ഒരു കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ക്ലാസ്സിലേക്ക് എടുക്കുക. ക്ലാസ് നടത്തണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവും ഇല്ല, കാരണം അങ്ങനെയുള്ളവർ വന്നാലും നമുക്കത് കാരണം ഈ 100 കോടി എത്തിയ ഒരുപാട് പേരുണ്ടല്ലോ നമുക്ക്, അപ്പോൾ അവരെയൊക്കെ അന്ന് വാലിഡേറ്റ് ചെയ്തിരുന്നു. ഇന്നിപ്പോൾ BMS 1, 2, 3 ഇതെല്ലാം നമുക്ക് ഓൺലൈനിൽ കിട്ടും, കാശും കുറവാണ്. നിങ്ങൾക്ക് സമയമില്ലെങ്കിലും നമുക്കും സമയമില്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് മൊബൈലിൽ തന്നെ ഉറങ്ങാൻ നേരത്തെ രാവിലെ എഴുന്നേറ്റിട്ടോ നടക്കാൻ പോകുമ്പോഴോ വാക്കിങ്ങിന് പോകുമ്പോഴോ ഇല്ലെങ്കിൽ എന്ത് ട്രെഡ്മില്ലിൻ്റെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒരേ സാധനം തന്നെ പല പ്രാവശ്യം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആഗോള സ്റ്റാൻഡേർഡുള്ള ബിസിനസ്സും പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ 12 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളുടെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് കിട്ടാവുന്ന എല്ലാ ബിസിനസ് സീക്രട്സും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അഞ്ചാമത്തെ പ്രോബ്ലം അല്ലെങ്കിൽ അത് നമുക്ക് പരിഹാരം നമുക്ക് വേണ്ടത് അസംബിൾ ദ റൈറ്റ് ടീം. അപ്പോൾ നമുക്കിപ്പോൾ ഈ റൈറ്റ് ടീം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനുള്ള ജോലിക്കാരെ എടുക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ബിസിനസ് പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലെ വരാനുണ്ട്. ദേ നീഡ് പ്രോഫിറ്റ് നോട്ട് സാലറി. അപ്പോൾ ആ രീതിയിലാണെങ്കിലും നമുക്ക് കിട്ടാനായിട്ട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരാൾ തന്നെ ചെയ്യുന്ന ഒറ്റയാൻ പിടുത്തത്തിന് പകരം നമ്മുടെ മനസ്സിനെ മാറ്റണം, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് എടുത്തിട്ട് മറ്റുള്ളവരുടെ കൂടെ ഉൾപ്പെടുത്താനായിട്ട് നമ്മളെ കൊണ്ട് കഴിയണം. അതുപോലെ തന്നെ ആറാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ബിൽഡിങ് എ ഡൈവേഴ്സ് ടീം, വിവിധങ്ങളായ ടീം. അപ്പോൾ ഒരു കോംപ്ലിമെൻ്ററി സ്കില്ല് വേണം, സപ്ലിമെൻ്ററി സ്കില്ല് വേണം. അപ്പോൾ ടീം മെമ്പേഴ്സ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മിറ്റഡ് ആണ്, പാഷനേറ്റ് ആണ്, അലൈൻഡ് ആണ്. മറ്റു മതക്കാരും മറ്റു കമ്മ്യൂണിറ്റിപ്പെട്ടവരും എല്ലാം അതിനകത്ത് ഉൾപ്പെടണം. അവരുടെ എല്ലാം വിഷൻ കൂടുമ്പോഴാണ് നമുക്കൊരു വലിയ വിഷനായി മാറുന്നത്. അപ്പോൾ അവിടെ മാസ്റ്റർ മൈൻഡ് എന്ന് പറഞ്ഞൊരു ഭാഗം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഇല്ലെങ്കിൽ മറ്റുള്ള യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. വിശദമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ബില്യണയർ മൈൻഡ് സെറ്റിൻ്റെ ആ ഒരു പാർട്ടിൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഏഴാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റാൻഡ് ദ കോമ്പറ്റീഷൻ. അപ്പം നമ്മളത് പഠിക്കുമ്പോഴത്തേക്കും കോമ്പറ്റീഷന് വേണ്ടി തന്നെ വ്യക്തമായ ഡെപ്തിൽ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയുള്ള USP, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻസ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് വേണം അതിനെ വാലിഡേറ്റ് ചെയ്യണം. അടുത്തത് നമുക്ക് എട്ടാമതായിട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി അനലൈസ് കോമ്പറ്റീറ്റീവ് ലാൻഡ്സ്കേപ്പ്. അവരെവിടെ വരെ പോകും, അവരെ കഴിഞ്ഞ് നമുക്ക് ലെവറേജ് ചെയ്യാൻ പറ്റും, നമ്മുടെ യൂണീക്നെസ് എന്താണ്, നമ്മുടെ പ്രൊപ്പോസിഷൻസ് എന്താണ്, അതുകൊണ്ട് എത്രമാത്രം നമുക്ക് പോകാനായിട്ട് പറ്റും.
അതുപോലെ നമുക്ക് മറ്റൊരു കാര്യമാണ് ഇഫക്റ്റീവ് പ്രൈസിങ് സ്ട്രാറ്റജി. നമ്മൾ ഒത്തിരി കൂടി ചാർജ് ചെയ്യാൻ പാടില്ല, ഒരുപാട് കുറച്ചും ചാർജ് ചെയ്യരുത്. ആൾക്കാർ ഈ പ്രോഗ്രാമിനെ ഡിസ്കൗണ്ട് ചെയ്യും. ഞാനും കണ്ടിട്ടുള്ളത് എൻ്റെ പ്രോഗ്രാമിന് കോസ്റ്റ് കുറച്ച് കൊടുക്കുമ്പോഴൊക്കെ ആൾക്കാർ കുറയുക, ഭയങ്കര കോസ്റ്റ് പോകുമ്പോൾ ആൾക്കാർ വരത്തില്ല. അപ്പോൾ ഒരു ഇൻ ബിറ്റ്വീൻ ഒരു കോസ്റ്റ് ആയിരിക്കും എപ്പോഴും. നമ്മൾ അതനുസരിച്ച് ഇതിനെക്കുറിച്ച് പഠിക്കണം. അതിന് നമുക്ക് ആക്ഷൻ പ്രോഗ്രാമായിട്ട് ഡെവലപ്പ് എ പ്രൈസിങ് സ്ട്രാറ്റജി ദാറ്റ് റിഫ്ലക്ട് ദ വാല്യൂ ഓഫ് യുവർ പ്രോഡക്റ്റ് ദാറ്റ് കവേഴ്സ് കോസ്റ്റ്. അതുപോലെ തന്നെ നമുക്ക് കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ നമുക്ക് നിന്ന് പിടിക്കാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും. അടുത്ത പോയിൻ്റായിട്ട് നമുക്ക് പറയാനുള്ളത് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് വേണം. എന്തുകൊണ്ടാണ് ആപ്പിളിൻ്റെ പ്രോഡക്റ്റ് ഇന്നും ഭയങ്കര ഡിമാൻഡ്, അത് ക്യൂ നിന്ന് ആൾക്കാർ വാങ്ങിക്കുന്നത്? പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഫോക്കസ് ഓൺ ബിൽഡിംഗ് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ദാറ്റ് മീറ്റ് കസ്റ്റമർ നീഡ്സ്. അപ്പോൾ അവിടെ നമുക്ക് പ്രയോറിറ്റൈസിങ് യൂസർ എക്സ്പീരിയൻസ് ആൻഡ് റിലയബിലിറ്റി നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ആ പ്രോഡക്റ്റ്, നമ്മുടെ പ്രോഡക്റ്റ് അത്രയും ക്വാളിറ്റി ഉള്ളതായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുക. നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് നമുക്ക് സ്കെയിലബിൾ ബിസിനസ് മോഡൽ. അതായത് ഈ ബിസിനസ് മോഡൽ നമുക്ക് നമ്മൾ 3-4 പേര് കൂടി ചെയ്യുന്നതാണ്, അതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന് പകരം 10,000 പേരെ കൊണ്ട് ഇത് ചെയ്യിച്ച് അത്രയും പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ പോലും നമുക്കതിന് സ്കെയിലബിൾ, എല്ലാ ബിസിനസ്സും സ്കെയിലബിൾ അല്ല. ഇപ്പോൾ ഈ ഓക്കുമരം ഉണ്ടല്ലോ, ഓക്കുമരം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടുന്ന മരമാണ്. അത് നമുക്കൊരു ഫ്ലവർ വേസിൽ കൃഷി ചെയ്യാൻ പറ്റത്തില്ല, കാരണം മരം വലുതാകുമ്പോൾ അതിൻ്റെ വേസ് പൊട്ടിപ്പോകും. എന്ന് പറഞ്ഞതുപോലെ നമുക്കതിന് തക്കതായ സാധ്യതയുള്ളതായിരിക്കണം. അപ്പോൾ സ്കെയിലബിൾ ബിസിനസ് മോഡലായിരിക്കണം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഡെവലപ്പ് എ സ്കെയിലബിൾ സസ്റ്റൈനബിൾ ബിസിനസ് മോഡൽ. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് റിഫൈൻ ചെയ്ത ബിസിനസ് മോഡലിനെ, സാധാരണ ഞാൻ ക്ലാസ്സിൽ 32 ബിസിനസ് മോഡൽസ് പഠിപ്പിക്കാറുണ്ട് BMS 1. അപ്പോൾ അതിലിട്ടിട്ട് നിങ്ങൾക്ക് നോക്കാം എൻ്റെ ബിസിനസ് മോഡൽ ഇതുമായിട്ട് ചേരുന്നതാണെന്ന്, റിയൽ ഫീഡ്ബാക്ക് ഒക്കെ എടുത്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു നോക്കുമ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എക്സലൻസ്. നമ്മൾ അതിൽ നിന്ന് ഷൈ അവേ ചെയ്തിട്ട് കാര്യമില്ല. സെയിൽസ്മാൻഷിപ്പ് എന്ന് പറയുന്നൊരു ജോലിയല്ല, ഒരു ക്വാളിറ്റിയാണ്. ഒരു സ്ഥാപനം നടത്തുന്ന ആളിന് MDക്ക് സെയിൽസ്മാൻഷിപ്പ് ക്വാളിറ്റി വേണം. ഐഡിയ സെല് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് ഐഡിയ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഫണ്ട് വേണമെങ്കിലും ശേഖരിക്കാം. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെ ഇംപ്ലിമെൻറ്റ് ഇഫക്റ്റീവ് മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജീസ്. അവിടെ ഡേറ്റ ഡ്രിവൺ അപ്രോച്ച് ആയിരിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ റിഫൈൻ ചെയ്ത് നമ്മുടെ ക്യാമ്പയിൻ അതനുസരിച്ച് മാറ്റി അപ്പോൾ ഇമ്പ്രൂവ് ചെയ്ത് കസ്റ്റമർ അക്വിസിഷൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റണം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഫോക്കസ് ആണ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റാരെയല്ല, എപ്പോഴും കസ്റ്റമറെ തന്നെ ഫോക്കസ് ചെയ്യണം. കസ്റ്റമറെ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് സ്ഥായിയായിട്ട് നമ്മൾ നിലനിൽക്കും. കസ്റ്റമറെ ഫോക്കസ് ചെയ്യണം. ഇനി അടുത്ത നമുക്ക് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റേ ക്ലോസ് ടു ദ കസ്റ്റമേഴ്സ്. കസ്റ്റമറുമായിട്ട് സംസാരിക്കുക, അവനെ മനസ്സിലാക്കുകയും ആക്റ്റീവ്ലി സീക്ക് ഫീഡ്ബാക്ക് ആൻഡ് റീഇറ്ററേറ്റ് ഓൺ യുവർ പ്രോഡക്റ്റ് ബെറ്റർ ദാൻ ദാറ്റ് സെർവ് ദെയർ നീഡ്സ് ഉറപ്പുവരുത്തണം. അപ്പോൾ ഞാൻ എപ്പോഴും ഇവിടെ പറയുന്നത്, ഇപ്പോൾ ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളുണ്ട്, ഇപ്പോൾ 42 പുസ്തകങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ശിഷ്യർ പലരും ഈ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് അല്ലെങ്കിൽ കോഴ്സുകൾ നടന്നതിൻ്റെ മെറ്റീരിയലൊക്കെ ആയിട്ട് വെച്ച് പല ട്രെയിനിങ്ങും അവർ നടത്തുന്നുണ്ട്. ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. കാരണം എനിക്ക് എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ സമയം കിട്ടില്ല, അവർക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടല്ലോ. പല ആൾക്കാരും അവരെ കാര്യമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ദാറ്റ്സ് വെരി ഗുഡ്. അപ്പോൾ പക്ഷേ ഞാനീ പറയുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചുകൂടെ ഡെപ്തിൽ പോകണം. കാരണം പലപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഇങ്ങനത്തെ ക്ലാസ്സുകൾ ഞാൻ ഇതുവരെ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അവരിൽ നിന്ന് വരുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ബുക്കിൽ കണ്ടു കഴിഞ്ഞാൽ, ഓരോ ചാപ്റ്റർ വൈസ് കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്ന ആ ചാപ്റ്റർ വൈസ് ഒക്കെ ആയിരിക്കും. പക്ഷേ അതിന് അപ്പുറത്തേക്കുണ്ട്. ഒരുപക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലുള്ളതിൻ്റെ ഒരു 10% പോലും ഞാൻ പുറത്തേക്ക് വിട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ സ്ഥാപനം അത്രയും വലുതാണെങ്കിൽ ഭയങ്കര ഡീപ്പിൽ പോകണം. അപ്പോൾ എനിക്ക് തമാശ പറയാനോ പൊട്ടിച്ചിരിക്കാനൊന്നും സമയമില്ല. നമ്മുടെ ലൈഫ് ഈസ് വെരി സീരിയസ്. എൻജോയ്. അപ്പോൾ അവിടെ നമുക്ക് നിങ്ങൾ വിജയിക്കുമ്പോഴാണ് എനിക്ക് എൻജോയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ആരുടെ ക്ലാസ് ആണെങ്കിലും ശരി, ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ ഒരു പോയിൻ്റ് ആയിരിക്കും നമ്മളെ മാറ്റുന്നത്. എങ്ങനെയുള്ള ആളായിക്കോട്ടെ, ജസ്റ്റ് ഒരു പോയിൻ്റ്. എൻ്റെ ശിഷ്യൻ പഠിപ്പിക്കുന്നതാണെങ്കിലും ശരി, നിങ്ങളതിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുമൊന്നും വേണ്ട. ചിലപ്പോൾ ഒരൊറ്റ പോയിൻ്റ് ആയിരിക്കും നമ്മളതിനെ മാറ്റിക്കളയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ടൈമിംഗ് ആൻഡ് മാർക്കറ്റ് എൻട്രി, നമ്മൾ എപ്പോഴാണോ ബിസിനസ് തുടങ്ങിയത്, മാർക്കറ്റിലേക്ക് വന്നത്, അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എൻഷുർ യുവർ പ്രൊഡക്റ്റ് ലോഞ്ച് ഇൻ ദ റൈറ്റ് ടൈം, അലൈൻ വിത്ത് എ മാർക്കറ്റ് റെഡിനെസ്. അങ്ങനത്തെ പ്രൊഡക്റ്റ് സ്വീകരിക്കാൻ മാർക്കറ്റ് റെഡിയാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് വളരെ ഏർലി ആയിട്ടോ ടു ലേറ്റ് ആയിട്ടോ ഇപ്പം ഒരു എക്സാമ്പിൾ, സമ്മറിൽ വിൽക്കേണ്ട കുറച്ച് AC സാധനങ്ങൾ നമ്മൾ ആ സമയത്ത് വിൽക്കുന്നില്ല, വിൻ്ററിലാണ്, ഇല്ല മഴക്കാലത്താണ് വിൽക്കാൻ തുടങ്ങി. എങ്ങനെ നമുക്ക് വിൽക്കാൻ പറ്റും? അതുപോലെ തന്നെ മഴക്കാലത്ത് വിൽക്കേണ്ട സാധനം നമ്മൾ വേനയ്ക്ക് കൊണ്ട് വിറ്റാൻ പറ്റുമോ? അതേപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഇത് വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലിയർ വിഷൻ വേണം. അതിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യേണ്ടത്. ക്ലിയർ ഫോക്കസ് വേണം.
അപ്പോൾ അത് ഈ പറഞ്ഞതുപോലെ ദിവസങ്ങളോളം എൻ്റെ കൂടെ ഇരുന്നു. അപ്പോൾ ഈ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ഈ വിഷനൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ആക്ടിവിറ്റി വഴിയാണ്. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൾക്കാർ വർത്തമാനം തുടങ്ങും. നോ ഞാൻ ഏൽപ്പിക്കുന്ന എപ്പോഴും അതിന് നല്ല എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ നമ്മളത് എഴുതി തയ്യാറാക്കണം. ഞാനത് ആ സമയത്ത് നിങ്ങൾക്ക് തരാനായിട്ടുള്ള സാധനം ഒത്തിരി ഉള്ളിൽ നിന്ന് ഏറ്റവും രത്നങ്ങൾ തപ്പിയെടുത്താൽ എനിക്ക് ഏറ്റവും കൂടുതൽ തരാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിലും ശരി, അതല്ല പിന്നെ നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിലും ശരി. ഇപ്പം ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ ഓൺലൈൻ ആക്കിയതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ എടുത്തുകൊണ്ടിരിക്കുന്ന റൊട്ടീൻ ക്ലാസ്സസ് എല്ലാം നിങ്ങൾക്ക് ആക്ച്വലി അതിൻ്റെ ഐഡിയ കിട്ടിയാൽ മതിയല്ലോ. യാത്ര ചെയ്യുമ്പോഴും കാറിനകത്തും പിന്നെ ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ ഇച്ചിരി നേരത്തെ ഞെട്ടി എഴുന്നേറ്റാലും നടക്കാൻ പോകുമ്പോഴും ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ചില കാര്യങ്ങൾ അതാത് പ്രശ്നം വരുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്തെടുക്കാം, പലതും എഴുതി വെക്കാം, കൊളീഗ്സിൻ്റെ അടുത്ത് പറയാം, നിങ്ങളുടെ ബിസിനസ്സിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും, ഇതെല്ലാം കൂടെ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ബിസിനസ് എന്താണെങ്കിലും നമ്മൾ ഉയരും. അപ്പോൾ പക്ഷേ നമുക്ക് അവിടെ ഒരു ക്ലിയർ വിഷൻ ഉണ്ടാക്കാൻ പലപ്പോഴും എൻ്റെ കൂടെ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ റെയർ ക്ലാസ്സുകൾ എന്നിലേക്ക് വന്നാൽ മതി. പക്ഷേ വിഷൻ ഉണ്ടാക്കണമെങ്കിൽ, കാരണം നിങ്ങളുടെ വിഷൻ കറക്റ്റ് അല്ലാന്ന് ഒരാൾ പറയണ്ടേ, ക്രിറ്റിസൈസ് ചെയ്ത് പറയണ്ടേ. അപ്പോൾ മെയിൻ ക്ലിയർ വിഷൻ ആൻഡ് സ്ട്രാറ്റജിക് ഫോക്കസ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് അവിടെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകാൻ പറ്റത്തില്ല. ഇപ്പോൾ സ്റ്റിക്ക് ടു യുവർ കോർ ബിസിനസ് ഗോൾസ്. അതിൽ നിന്ന് ഇപ്പോൾ ഞാൻ മെൻറ്റർ ചെയ്യുന്ന ആളാണ്, ഞാൻ കൂടെ നിങ്ങൾക്ക് അതിൽ നിന്ന് പോയിട്ടുണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ പോകാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. പക്ഷേ അല്ലാത്ത ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരുന്ന അതെനിക്ക് ക്ലാസ്സിന് ശേഷം പോയി കണ്ടിട്ട് ഞാൻ പിന്നെ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും വീണ്ടും കാണുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടിന്യൂസ് സ്കീമിൽ ഞാനുമായിട്ട് ഉൾപ്പെടാനായിട്ട് നോക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ 2 മാസം കൂടുമ്പോഴേക്കും മാസത്തിൽ ഒരു ക്ലാസ് എങ്കിലും ആരുടെ ആയിക്കോട്ടെ, എൻ്റെ ശിഷ്യനോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും പുറത്തുനിന്ന് വരുന്നവരോ ആരും ആയിക്കോട്ടെ, പക്ഷേ ഒരു മാസം ഒരു ക്ലാസ് എങ്കിലും എവിടുന്നെങ്കിലും അറ്റൻഡ് ചെയ്യണം. അതിനുള്ള ഗ്രോത്ത് വരെ നിങ്ങൾ പേടിക്കണ്ട. ആരുടെ ക്ലാസ് ആണെങ്കിലും ശരി. എനിക്ക് കോമ്പറ്റീഷൻ ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ വേറെ ഒന്നും, എല്ലാവരും ഞാൻ സ്വീകരിക്കുകയാണ്, എല്ലാ ട്രെയിനേഴ്സിനെയും. അതുകൊണ്ട് ഏത് ക്ലാസ് വന്നാലും നമുക്ക് ഉപകാരപ്രദമായിരിക്കും. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് യുവർ ചോയ്സ്. നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇൻവെസ്റ്റർ ആൻഡ് സ്റ്റേക്ക് ഹോൾഡർ അലൈൻമെൻറ്റ്. നമ്മളെ ബിസിനസ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും അതിൻ്റെ നേട്ടം കൊയ്യുന്നവരെല്ലാം സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്, ഇൻവെസ്റ്ററും ഉണ്ട്. അവരുമായിട്ട് അലൈൻ ചെയ്ത് ഒരു ലൈനിൽ വേണം പോകാനായിട്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെയ്യേണ്ടത്, ബിൽഡ് എ സ്ട്രോങ് റിലേഷൻഷിപ്പ് വിത്ത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കീപ് ദം ഇൻഫോംഡ് ആൻഡ് അലൈൻഡ് വിത്ത് യുവർ സ്ട്രാറ്റജിക് ഡിറക്ഷൻ. നിങ്ങളുടെ കമ്പനിയുടെ എല്ലാ മാസവും ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ കമ്പനിയുടെ ഡയറക്റ്റ് ബോർഡ് മീറ്റിംഗ് കൂടണം, മസ്റ്റായിട്ടും കൂടിയിരിക്കണം. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ബിസിനസ്സോ 2-3 പേര് കൊണ്ട് ബിസിനസ് വിജയിക്കത്തില്ല. പലപ്പോഴും ബിസിനസ് വിജയിക്കണ 10-20 പേരെങ്കിലും വേണം. നിങ്ങളുടെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ അത്രയും പേരെ ഒന്നിച്ച് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ലീഡർഷിപ്പ് നമ്മുടെ BMS 3-കകത്താണ് ലീഡർഷിപ്പ് ഡെവലപ്മെൻറ്റ് അതുപോലെ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗിച്ചിട്ട് അത് നമുക്ക് പഠിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് പിവറ്റിങ്, അപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിരിക്കണം. വില്ലിംഗ് ടു പിവറ്റ് യുവർ ബിസിനസ് നീഡ് ഫോർ പ്രൊഡക്റ്റ് ഓഫറിംഗ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് ഫീഡ്ബാക്ക് ആൻഡ് ചേഞ്ചിങ് കണ്ടീഷൻസ്. മാർക്കറ്റിൽ മാറ്റം വരുന്നതനുസരിച്ച് നമ്മുടെ ശ്രദ്ധ, ഫോക്കസ് ഏരിയ അതിൽ തന്നെ നിർത്താനായിട്ട് വരണം. അതനുസരിച്ച് നമ്മുടെ പ്രൊഡക്റ്റിന് മാറ്റം വരുത്താനും നമ്മളെ കൊണ്ട് കഴിയണം. അതുപോലെ തന്നെ മറ്റൊന്നാണ് പാഷൻ ആൻഡ് റെസീലിയൻസ്. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിനോടുള്ള ആ പ്രസ്ഥാനത്തിനുള്ള അഭിനിവേശം, അതുപോലെ തന്നെ നമുക്ക് അഥവാ നമ്മൾ ഡൗൺ ആയി പോയാലും ബോൾ താഴേക്ക് എറിഞ്ഞതുപോലെ നമുക്ക് തിരിച്ചു കയറാനായിട്ട് വരണം. നമ്മളെല്ലാവരും മനുഷ്യരാണ്, അപ്പോൾ ചാലഞ്ചസ് വരും. അപ്പോൾ പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എല്ലാ മാസവും ഒരു പ്രോഗ്രാമിനെങ്കിലും നിങ്ങൾ പോകണം. ഈ അമേരിക്കയ്ക്ക് പോയാലും ഞാൻ പോയാലും ഒരു ഡിമാൻഡുള്ളത് എന്തുകൊണ്ടാണ്, അവർക്ക് ഇതുവരെ കേട്ടിട്ടില്ലാത്തൊരു പുതിയ പേരുകാരനാണെങ്കിലും അവർക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ മാസത്തിലൊരു ദിവസമോ ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് അവർക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻ ആയിരിക്കണം. അത് വളരെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ കൊച്ചി നമുക്കൊരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനാണ്. മംഗലാപുരം ഇല്ല മുംബൈ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ പലതുകൊണ്ട് അതുപോലെ തന്നെ ദുബായ്, സിംഗപ്പൂറൊക്കെ ഹൈലി സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള ലൊക്കേഷൻ ആയിരിക്കണം നമുക്ക്. അത് പല വിധത്തിലുള്ള കാര്യങ്ങളും പല സർവീസസിനും, ഈ ബിസിനസ് വിജയിക്കേണ്ട പല സർവീസസിനും കേരളത്തിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. നല്ലൊരു DPR, ഒരു ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട്, പിച്ച് ഡെക്ക്, ഒരു മാർക്കറ്റ് റിസർച്ച് ഒക്കെ ചെയ്യാനായിട്ട് ഇവിടെ നല്ല ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം ലൈഫ് ലൈൻ തന്നെ എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും വേറെ പലരെ ഏൽപ്പിച്ച് മടുത്തതിന് ശേഷം നേരത്തെ തിരക്കുകൊണ്ട് മാറ്റി വെച്ചിരുന്ന മാർക്കറ്റ് റിസർച്ച് നമ്മൾ വീണ്ടും അങ്ങ് തുടങ്ങി.
ഒത്തിരി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും പറ്റുന്നത്ര നമ്മൾ തന്നെ ഇരുന്ന് അതിനെ ഇപ്പം നമ്മൾ അതിന് വേണ്ടിയുള്ള ടീമിനെയൊക്കെ എടുത്ത് ഞാൻ പഠിപ്പിച്ചൊക്കെ ശരിയാക്കി വെച്ചേക്കുകയാണ്. അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അല്ല ഏൽപ്പിച്ചിട്ട് മാസങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് ഒരു DPR കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ആക്സസിങ് ടു ഫിനാൻസിങ്. നമുക്ക് എവിടെ നിന്നാണ് ഫണ്ട് കിട്ടേണ്ടത്? അപ്പോൾ ആ ഫണ്ട് കിട്ടാനായിട്ട് സെക്യൂർ ആഡിക്വേറ്റ് ഫിനാൻസിങ് സപ്പോർട്ട് യുവർ ഗ്രോത്ത് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പോൾ അവിടെ നമ്മുടെ ഗ്രോത്ത് വരുന്നതനുസരിച്ച് നമുക്ക് സാധനം ഉണ്ടാക്കി ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ, വിൽക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, സപ്ലയർക്ക് കൊടുക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ബിൽഡ് റിലേഷൻഷിപ്പ് വിത്ത് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സ്ഥാപനങ്ങളുമായിട്ടുള്ള ബന്ധവും സൗകര്യവും എല്ലാം നന്നായിട്ടിരിക്കണം. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് ഞാൻ BMS 6 പഠിപ്പിക്കുന്നത്. ഇപ്പോൾ BMS 6 ക്ലാസ് വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് വന്നു കഴിഞ്ഞാൽ അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള BMS 6 എഡിറ്റ് ചെയ്ത് എല്ലാം ചെയ്തിട്ട് ഓൺലൈനിലുണ്ടാവും. അപ്പോൾ ഇതിൽ വരാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വാങ്ങിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ, പക്ഷേ അത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫണ്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ചില ഫണ്ടിങ് മെത്തേഡ്സ് ഉണ്ട്. എല്ലാം ഫണ്ട് കിട്ടുന്ന മെത്തേഡ്സാണ്. എണ്ണം കുറയ്ക്കുകയാണ്. 200-ലധികം മെത്തേഡ്സ് ഉണ്ട്. എന്നിട്ട് അതിനകത്ത് നമുക്ക് ഇവിടെ കേരളത്തിൽ ചേരാത്തതെല്ലാം കുറച്ച് എവിടെയും ലോകത്ത് എവിടെയും ഉപയോഗിക്കാവുന്ന 100-ലധികം മെത്തേഡ്സാണ് നമ്മൾ അതിനകത്ത് പഠിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾ പഠിച്ച് അതിനെക്കുറിച്ചൊരു രൂപം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പനി സെക്രട്ടറി, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്, കോസ്റ്റ് അക്കൗണ്ടൻറ്റ് മസ്റ്റായിട്ട്, ലോയർ, ഈ 4 പ്രൊഫഷണൽസിൻ്റെ സഹായത്തോടു കൂടി മാത്രം നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും വിശ്വസിക്കാവുന്ന ഒരു ടീം നിങ്ങൾ അവരുമായിട്ട് കണക്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ ടൈപ്പ് ഉള്ള സ്ഥലങ്ങളുണ്ട്, നിങ്ങൾക്ക് അല്ലാതെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. എന്നിട്ട് നിങ്ങളുടെ ഒരു മാർക്കറ്റ് റിസർച്ച് ചെയ്ത് സൂപ്പറായിട്ടൊരു DPR ചെയ്ത് പിച്ച് ഡെക്കും ചെയ്തുകൊണ്ട് അത് പ്രസൻറ്റ് ചെയ്യാനുള്ള രീതി പഠിക്കാനായിട്ട് ഞാനൊരു 3 ദിവസത്തെ പ്രസൻറ്റേഷൻ മാത്രമായിട്ട്, പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് പ്രസൻറ്റേഷൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് മലയാളം, ഇത് ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. കഴിവതും നിങ്ങൾക്ക് അതിൽ സെക്യൂർ ചെയ്തിരിക്കാനായിട്ട്. കാരണം ലോകത്ത് എവിടെയും പോയി പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ട്, ടെൻസ് ഓഫ് ഫണ്ട്സ് അവൈലബിൾ. പക്ഷേ ഈ ഫണ്ട് ഇരിക്കുന്നവന് മനസ്സിലാകണം നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിന് അതിഭീകരമായ പൊട്ടൻഷ്യാലിറ്റി ഉണ്ട്, ഭയങ്കര വളർച്ചയുണ്ട്. അവൻ്റെ ലാഭത്തിൻ്റെ ഗ്രീഡ് അവനിൽ ഉണർത്താൻ പറ്റുന്നതായിരിക്കണം. അപ്പോൾ അത്രയും ഒരു സംഭവം ചെയ്താൽ മാത്രമാണ് അത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഇത് നമ്പർ ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രസൻറ്റേഷൻ ടൈമിന് വേണ്ടി കാത്തിരിക്കുക. എൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഡിക്ലെയർ ചെയ്യാറില്ല. ആൾക്കാർ ഫുള്ള് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഓൺലൈനിൽ വന്ന് ഇപ്പോൾ കഴിയുമ്പോൾ പിന്നെ അനൗൺസ്മെൻ്റ് ഒന്നും ഇല്ലാതായിരിക്കും പല പ്രോഗ്രാം നടത്തും. അത്രേ ടൈമുള്ളൂ. എല്ലാ പ്രോഗ്രാമും എടുക്കാനായിട്ട് 36 പ്രോഗ്രാംസ് ഉണ്ട്, എടുക്കാനായിട്ട് ടൈം കിട്ടില്ല. ഓക്കെ, അത് ഓൺലൈനിൽ കിട്ടുന്നില്ല പ്രോഗ്രാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഇതിന് വേറൊരു ഭാഗം ലീഗൽ ആൻഡ് റെഗുലേറ്ററി കംപ്ലയൻസസ്. ഒരു നിയമം പോലും തെറ്റിക്കരുത്. ബ്ലാക്ക് മണി കയറ്റരുത് ബിസിനസ്സിനകത്ത്. നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ കറണ്ട് അക്കൗണ്ട് എടുത്തിട്ട് അതിനകത്ത് മാത്രമേ ഫണ്ട് സ്വീകരിക്കാവൂ. നമ്മൾ മിനിസ്ട്രി ഓഫ് കമ്പനി അഫയേഴ്സിന് കൊടുക്കേണ്ട എല്ലാം സമയാസമയങ്ങളിൽ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. ഇതെല്ലാം നമുക്ക് പ്രോഗ്രാം ചെയ്ത് വെക്കാനായിട്ട് പറ്റിയ എൻ്റർപ്രൈസസ് സപ്പോർട്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. ഗൂഗിൾ കാലണ്ടർ പോലുള്ള സാധനം നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻഷുർ കംപ്ലയൻസസ് വിത്ത് റെലവൻറ്റ് ലീഗൽ ആൻഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അത് ലീഗൽ അഡ്വൈസ് കിട്ടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഇപ്പോൾ ലൈഫ് ലൈൻ ലീഗൽ എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം നമ്മൾ ഉണ്ടാക്കിയത്, ഇത് കൂട്ട് ലീഗൽ അഡ്വൈസ് ഒരുപാട് വേണ്ടി വരും. നമുക്ക് കേസ് നടത്താൻ ഇഷ്ടംപോലെ വക്കീൽമാരുണ്ട്. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഏതല്ലെങ്കിൽ ലോക്കൽ കോർട്ടിലോ ജില്ലാ കോടതിയിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഈ ബിസിനസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവർക്കും അത് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. അവർ ഓൾറെഡി തന്നെ തിരക്കുള്ളവരാണ്. അപ്പോൾ അവരെ കുറേ പേരെ നമ്മൾ ഉൾപ്പെടുത്തി വെച്ചേക്കുവാണ്. അപ്പം എന്തായാലും അവിടെ അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾ ലോയേഴ്സിനെ റിക്രൂട്ട് ചെയ്ത് അവിടെ ഇപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈഫ് ലൈൻ ലോയിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലീഗൽ കംപ്ലയൻസസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ചെയ്ത് കിട്ടാനായിട്ട് പറ്റും. അതുപോലെ കമ്പനി സെക്രട്ടറി, ലോയർ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, ഇതെല്ലാം നമ്മൾ സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ കാരണം വെച്ചാൽ അത് പുറത്തൊക്കെ കൊടുക്കാൻ നമുക്ക് നിവൃത്തിയില്ല. നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർക്ക് മാത്രം, നമ്മുടെ സ്റ്റുഡൻസിന് മാത്രമാണ് ഈ ഫെസിലിറ്റി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ മറ്റൊന്ന് വിജയിക്കാനായിട്ട് നമുക്ക് ഈ യൂട്ടിലൈസ് നെറ്റ്വർക്ക് ആൻഡ് അഡ്വൈസേഴ്സ്, കണക്ഷൻസ് വേണം. അപ്പോൾ അത് നമ്മൾ ലെവറേജ് ചെയ്യണം. അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് അവരുടെ എക്സ്പീരിയൻസും അവരുടെ ടെക്നിക്കും മെൻറ്റേഴ്സിൻ്റെയും അഡ്വൈസേഴ്സിൻ്റെ അവരുടെ ഗൈഡൻസും ഒക്കെ എടുത്താൽ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ ബിസിനസ് വിജയിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതിൻ്റെ ഭാഗമാണ് മാനേജ് യുവർ ബേൺ ഔട്ട്. നമ്മൾ ക്ഷീണിച്ച് തകർന്ന് അവശനായി പോകും, ഇടയ്ക്ക് ഡൗൺ ആയി പോകും. അപ്പോൾ നമുക്ക് റെസീലിയൻസ് ഉണ്ടാകണം. അപ്പോൾ അവിടെ നമുക്ക് പ്രൊമോട്ട് ഹെൽത്തി വർക്ക് ലൈഫ് ബാലൻസ്, കുടുംബബന്ധം നന്നായിട്ട് കൊണ്ടുപോകണം. കുടുംബമായിട്ട് അപ്പോൾ കുട്ടികളുമായിട്ട് അത് ബാലൻസ് ചെയ്ത് പോകണം. ഹെൽത്ത് നോക്കണം, ന്യൂട്രീഷൻ കഴിക്കണം, ഇതെല്ലാം കഴിച്ച് എക്സസൈസ് ചെയ്യണം. ഇതെല്ലാം ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ഇത് വരാവുന്ന ഇഫക്റ്റീവായിട്ട് സ്ട്രെസ്സ് മാനേജ് ചെയ്യാനായിട്ട് ഓരോ ദിവസവും ബിസിനസ്സിനകത്ത് സ്ട്രെസ് ഉണ്ട്, അതിന് സന്തോഷത്തെ കണ്ടെത്തുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. അപ്പോൾ എൻ്റെ പ്രോഗ്രാംസ് അഡ്വാൻസ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്ലാൻസ്.
ക്രൈസിസ് മാനേജ്മെൻറ്റ് പ്ലാൻസ് നമ്മൾ ഇത് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് തന്നെ പറ്റത്തില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് കിട്ടാവുന്ന ചില സ്ഥലങ്ങളുണ്ട്. അത് നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഓടി വന്നാലല്ല, നമ്മളുമായിട്ട് ആ പ്രശ്നം വരുമ്പോൾ മാത്രമല്ല, റെഗുലറായിട്ടുള്ളവർക്കായിരിക്കും ഇതൊക്കെ നമുക്ക് എടുത്ത് തരാനായിട്ട് പറ്റുന്നത്. സോ അതിനകത്തൊരു കാര്യം പറയാനുള്ളത്, പലപ്പോഴും നമുക്ക് ഇടപെടാത്തതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും സർവീസ് തന്നിട്ട് ഈ പുറകെ വീണ്ടും വരാനൊന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. അടുത്ത പ്രോഗ്രാം വരുമ്പോഴത്തേക്ക് കാണുക, ഓൺലൈനിൽ എടുക്കുക. ചില ആൾക്കാർ ഈ നല്ല പെരുമാറ്റം നമ്മൾ ലൈഫ് ലൈൻ സ്റ്റാഫിനോട് പോലും പുലർത്തത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ശ്രദ്ധയപ്പെടാതെ തന്നെയാണ് അവർ പലരെയും അവഗണിക്കും. കാരണം പെരുമാറ്റം അവരുടെ തലയിൽ കയറാനായിട്ട് നോക്കും. പല ക്ലയൻറ്റ് കോളുകളും ഞാനെടുത്ത് ഇൻസ്പെക്ട് ചെയ്ത് നോക്കുമ്പോൾ ഇതെല്ലാം കണക്റ്റഡാണ്. അപ്പം എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് വല്ലാത്ത രീതിയിൽ അവരെ ചീത്ത വിളിച്ചിട്ടുള്ളത്. അവർ ചിലപ്പോൾ ഇവരെ ഇഗ്നോർ ചെയ്യും, അവർ പിന്നെ വിളിക്കത്തില്ല. അപ്പോൾ ഇതാ നമുക്ക് കാര്യങ്ങൾ നടന്നു പോകണേ എന്താണ്, എവിടുന്ന് സഹായം കിട്ടും, അവരുമായിട്ട് എന്തെങ്കിലും വേണമല്ലോ. നമ്മൾ ലൈഫ് ലൈന് ഫീസ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫീസ് കൊണ്ട് മാത്രം സർവൈവ് ചെയ്യുന്നൊരു പ്രസ്ഥാനം അല്ല. അപ്പോൾ അതുപോലെ തന്നെ അവർ ജോലി ചെയ്യുന്നവരാണ്. പക്ഷേ എൻ്റെ ഒരു ആത്യന്തികമായിട്ട് ഞാൻ അതിനെയല്ല ആശ്രയിച്ച് ജീവിക്കുന്നത്. എനിക്ക് എൻ്റേതായ വരുമാനങ്ങളും എൻ്റേതായ പ്രോപ്പർട്ടിയും എനിക്ക് എൻ്റേതായ അസറ്റ്സും ഉണ്ട്. അപ്പോൾ ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ലല്ലോ, ഇങ്ങനെ ചെയ്തില്ലല്ലോ, കൂടുതലും കുറ്റങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ എത്ര കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണ്ടേ, ഇത് പഠിപ്പിക്കാനും എല്ലാം കൂടെ. ഞാൻ ചോദിക്കട്ടെ, എത്ര റിയൽ എസ്റ്റേറ്റ് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ പഠിപ്പിക്കാൻ ഇറങ്ങുന്നുണ്ട്? അതിലും ഭേദം ഒരു റിയൽ എസ്റ്റേറ്റ് നന്നായിട്ട് ചെയ്യുന്നതാണ്. എനിക്ക് ബിസിനസ് നന്നായിട്ട് അറിയാം, ഞാൻ അത് പഠിപ്പിക്കാൻ ഇറങ്ങുന്ന കഴിഞ്ഞും കൂടുതൽ എപ്പോഴും പഠിപ്പിക്കുക, ഞാൻ സ്വയം ചെയ്യുവാണ് എനിക്ക് ലാഭം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിപ്പിക്കാനായിട്ട് വരുമ്പോഴത്തേക്കും പഠിപ്പിക്കാൻ മാത്രമായിട്ട്, അപ്പോൾ നിങ്ങൾ വേറെ എൻ്റെ ശിഷ്യരെ എടുപ്പിക്കുമ്പോഴത്തേക്കും അവർ പഠിപ്പിക്കാനായിട്ട് മാത്രം വന്നിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് അസറ്റ് കാര്യമായിട്ടൊന്നും കാണത്തില്ല. കാരണം പഠിപ്പിക്കാൻ പോകുന്നവർക്ക് ആസറ്റ്സ് ഒത്തിരി ഉണ്ടാകത്തില്ല. പക്ഷേ ഞാനെന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഒരുവിധം ആസറ്റ്സ് പിടിച്ചിട്ടതിന് ശേഷമാണ് ഫുൾ ടൈം 100% പഠിപ്പിക്കലായിട്ട് ഞാൻ മാറിയത്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു പോകണം, കോഎക്സിസ്റ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ അവരോട് പെരുമാറിയാലേ നമുക്ക് അവരെ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് പറ്റിയ നമുക്ക് ഈ പറഞ്ഞ ഈ ക്രൈസിസ് മാനേജ്മെൻറ്റിന് പറ്റിയ രീതി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്യാനായിട്ടുള്ള, അപ്പോൾ നമ്മൾ നല്ല സ്വരത്തിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ബാങ്കും സഹായിക്കും, എല്ലാവരും സഹായിക്കും. നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് അപ്പം തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നമുക്ക് വളരെ സന്തോഷപ്രദമായി ഈ കോഎക്സിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സൗഹാർദ്ദപരമായ ഒരു ചെസ്സ് കളിക്കുന്ന പോലെയോ, നമ്മളില്ലെങ്കിൽ ഒരു പിക്നിക്കിന് പോയിരിക്കുന്ന പോലെയോ, ഇല്ല വീഗാലാൻഡിലോ ഇല്ലെങ്കിൽ ഡിസ്നി വേൾഡിൽ പോയി നമ്മൾ എൻജോയ് ചെയ്യുന്ന പോലുള്ള ആ രീതിയിലായിരിക്കണം നമ്മൾ ബിസിനസ്സിലേക്ക് പോകാനുള്ളത്. അപ്പോൾ ഈ വരുന്ന സ്ട്രെസ്സുകളെല്ലാം നമ്മളൊരു കളിയായിട്ട് എടുക്കണം. അപ്പോൾ നമുക്ക് പൈസ കൂടുതൽ വരുമ്പോഴത്തേക്ക് അതെല്ലാം സ്കോർ ബോർഡായിട്ട് നിങ്ങൾ പൈസ കൂടുതൽ സ്കോർ കൂടുതലെടുത്തു. കാരണം നമുക്ക് 20 ചപ്പാത്തി കഴിക്കാൻ പറ്റില്ലല്ലോ, 100 ചിക്കനെ ഒന്നിച്ച് കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൈസയ്ക്ക് ശേഷം എന്താ ചെയ്യുന്നത്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് നന്മ ചെയ്യാനും ലോകത്ത് നമ്മൾ മാറ്റം വരുത്താനും ഒക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അപ്പോൾ അതിൽ കുറച്ച് പൈസ പോയാൽ എന്താ പ്രശ്നം, വന്നാൽ എന്താണ് പ്രശ്നം? ചില ടോക്ക് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യുവാണ്, നമ്മൾ സേവനം തരുന്നുണ്ട്, സർക്കാർ ഒന്നും നമുക്കൊന്നും തരുന്നില്ലല്ലോ, ഇതിൽ നിന്ന് 18% ടാക്സ് കൂടെ വാങ്ങിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പം ഇത് നമ്മളുടേതായ എഫർട്ടിൽ തരുന്നതാണ്. അപ്പം നിങ്ങൾ മുഷിഞ്ഞിട്ട് കാര്യമില്ല. ഒരുപക്ഷെ നമുക്ക് ശരിക്കും ആകേണ്ട കോസ്റ്റിനെ കഴിഞ്ഞും താഴെയായിരിക്കും നമ്മളെപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ചില ആൾക്കാർ, അതായത് ഞാൻ വേറെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു ഒരു 6-7 പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരുണ്ട്. ആ പേഴ്സണാലിറ്റി ഉള്ള ഡിസോർഡർ ഉള്ള ആൾക്കാർ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഭയങ്കര മോശമായിട്ട് അവിടുന്ന് പറഞ്ഞിട്ടേ പോവുള്ളൂ. അവരൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുണ്ടെങ്കിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിനകത്ത് അവർ നിങ്ങളെ പലരെയും നാശിപ്പിക്കും, എന്നെ നശിപ്പിക്കും, എന്നെ പോലുള്ളവരെ നശിപ്പിക്കും. അവർ പറയുന്നത് കേട്ടാൽ പിന്നെ ഒരിക്കലും നമുക്ക് ട്രെയിനിങ് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ സ്ലോവിലി കുറേ ആൾക്കാർ അവരുടെ കൂടെ അങ്ങ് ചേരും. അവരുടെ കൂടെ അങ്ങോട്ട് ചേർന്ന് നമ്മൾ ചെയ്തതിൻ്റെ നന്മയും മുഴുവൻ അവർ കെടുത്തിക്കളയും. അങ്ങനെ അപ്പോൾ ബാക്കിയുള്ളവർ നല്ലവർ മിണ്ടാതിരിക്കും. അപ്പോൾ നല്ലവർ മിണ്ടാതിരിക്കുമ്പോൾ നമ്മളെന്താ വിചാരിക്കുന്നത്, അവർ മൗനിയായിട്ടിരിക്കുമ്പോഴത്തേക്കും ഒരാൾ മോശം പറഞ്ഞാൽ നമ്മളതിനെ കൗണ്ടർ ചെയ്യണ്ടേ. ഒരു വലിയ ക്ലാസ് നടക്കുമ്പോഴത്തേക്ക് ഒരുത്തം മാത്രം എഴുന്നേറ്റ് ഒരാൾ മാത്രം അടുത്ത് ഗുരുവിനെ ചീത്ത വിളിച്ചു, ബാക്കിയുള്ളവർ മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും സമ്മതം കൊടുത്തുന്നാണ്. അപ്പം നമ്മൾ അങ്ങനെയല്ല, ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, ചെയ്തത് തെറ്റാന്ന് പറയാനായിട്ട് പറ്റണം. ഒരു ബോർഡർ ലൈൻ ഡിസോർഡർ ഉള്ള ആളോ അല്ലെങ്കിൽ വേറെ മറ്റൊരു പല ഡിസോർഡർ ഉള്ള ആൾക്കാർ, അവരൊക്കെ ഇതിനകത്തൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പല ഡിസോർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഡിസോർഡേഴ്സ് ഉള്ള കാര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കരുത്. അപ്പോൾ നിങ്ങളതിന് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനെ ഇത് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിലേക്ക് ഇതെല്ലാം അങ്ങ് നിർത്തുക. നമ്മൾ ഈ ഒരു ഗ്രൂപ്പ് കൊടുക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയിട്ട് ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു, ഗുണത്തെ കഴിഞ്ഞ് ഏറെ ഇതും കൊണ്ട് ദോഷമാണ് ഉണ്ടായിട്ടുള്ളത്.
അതുകൊണ്ട് ക്ലാസ്സുകളിൽ വന്നിട്ട് നിരത്തി പിടിച്ച് നമ്പർ എഴുതിയെടുക്കുന്നതെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവുകയാണ്. യൂട്യൂബിൽ കൂടെ ഒരുപാട് കിട്ടുന്നുണ്ട്. വളരെ പർട്ടിക്കുലറായിട്ട് വളരെ വളരെ ആഴത്തിൽ പോകേണ്ട കാര്യങ്ങളെല്ലാം നമ്മളെന്താണ് ഇ ലേണിങ്ങിൽ കിട്ടുന്നുണ്ട്. ഈ 2 വെന്യൂവും പിന്നെ എൻ്റെ പുസ്തകങ്ങളും പ്രാക്ടിക്കലായിട്ട് നടത്തി പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും എൻ്റെ ക്ലാസ്സുകൾ ഉണ്ടാകും. ലൈഫ് ലൈൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ലൈഫ് മാറ്റാവുന്ന ഒരുപാട് പ്രോഗ്രാം ഓൺലൈനിൽ തന്നെ അത് കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ പ്രോഗ്രാം ബൈ ചെയ്യാം. അതല്ലെങ്കിൽ ലൈഫ് ലൈൻ്റെ ആപ്പിൽ കയറി കഴിഞ്ഞാൽ ഓൾറെഡി ഒരു പ്രോഗ്രാം വാങ്ങിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആകുന്ന പ്രോഗ്രാം വീണ്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് വാങ്ങിക്കാം. ഓരോ പ്രോഗ്രാമിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെബ്സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്. അത് യൂട്യൂബിലും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കിയിട്ട് തന്നെ നിങ്ങൾക്കത് വാങ്ങിക്കാം. ഇത് കിട്ടുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ഇതിൽ കൂടെ കിട്ടുന്ന അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനം ഒരിക്കലും പരാജയപ്പെടാതിരിക്കാനുള്ള കരുത്ത് നിങ്ങൾക്ക് ആർജിക്കാനായിട്ട് പറ്റും. ഇതൊരു റെസ്ക്യൂ മിഷന് വേണ്ടിയിട്ടുള്ളതുപോലുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഓൾ ദി ബെസ്റ്റ്.